പേടിക്കണ്ട അമ്മേ, ഞാനല്ലേ വിളിക്കുന്നത് എന്ന് ഒരു വയോധികയായ ഒരു അമ്മയെ എറണാകുളത്തുള്ള ഒരു ബസ് സ്റ്റാൻഡിൽ സ്വന്തം കുടുംബക്കാർ ഉപേക്ഷിച്ചു പോയ ഒരു അമ്മ. ലോകമെന്താണെന്ന് അവർക്കറിയില്ല. ആ അമ്മയെ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുകയാണ്. അവിടെ തനിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയിട്ടുണ്ട്. ആ ഒരു സമയത്ത് എന്താണ് തൻ്റെ ചുറ്റും നടക്കുന്നത് എന്ന് പോലും അറിയാതെ ആ മാതാവ് പേടിച്ചിരിക്കുമ്പോൾ പോലീസ് വന്ന് വിളിക്കുന്ന ആ ഒരു സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പോലും അവർക്കറിയുന്നില്ല. ആ സമയത്ത് പേടിയോടെ പോലീസിനെ നോക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അവരെ വിളിക്കുകയാണ്. പേടിക്കണ്ട അമ്മേ, ഞങ്ങളല്ലേ വിളിക്കുന്നത് എന്ന്. ആ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് അവരെ മാറ്റിയപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. രാവിലെ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട് അത്ര അവരെ. രാവിലെ കൊണ്ടുവന്നിരുത്തി എന്ന് പറയുമ്പോൾ അവിടെ ഉപേക്ഷിച്ച് പോയതാണ് സ്വന്തം കുടുംബക്കാര്, മക്കള്, ബന്ധുക്കള്. ആലോചിക്കണം, എത്ര വലിയ ക്രൂര മനസ്സാണ് അവർക്കൊക്കെ ഉള്ളത്. ആ അമ്മയെ നിങ്ങൾ നോക്ക്. അവർക്ക് മര്യാദക്ക് നടക്കാൻ കഴിയുന്നില്ല, ശരിക്കുള്ള ആരോഗ്യമില്ല, ഒരുപാട് രോഗങ്ങൾക്ക് അവർ ചിലപ്പോൾ അടിമയാകും. കുടുംബക്കാർക്ക് നോക്കാൻ പറ്റാത്തത് കൊണ്ട്, മക്കൾക്ക് നോക്കാൻ പറ്റാത്തത് കൊണ്ട് അവരിങ്ങനെ ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവരെ പല ആളുകളും ചേർന്ന് ഏറ്റെടുത്തുകൊണ്ട് വൃദ്ധസദനത്തിലേക്ക് മാറ്റുമെന്ന് ഇവർ കണക്ക് കൂട്ടിയിട്ടുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വയോവൃദ്ധയായ മാതാവിനെ അവരാ KSRTCയുടെ ബസ് സ്റ്റാൻഡിൽ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും അവരുടെ ബന്ധുക്കളെന്ന് പറയാൻ പറ്റാത്ത രൂപത്തിൽ അവർ അധപ്പതിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മക്കളുണ്ടെങ്കിലും അവരൊരിക്കലും മക്കളെന്ന് വിശേഷിപ്പിക്കാൻ പറ്റൂല. കാരണം ഇത്ര വലിയ ക്രൂരതയാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. തൻ്റെ ആരോഗ്യവും തൻ്റെ ആയുസ്സും തൻ്റെ സമയവും ഒക്കെ ആ അമ്മ ചെലവഴിച്ചിട്ടുണ്ടാവുക ആ മക്കളെ പോറ്റി വളർത്താനാകും. അതേ മക്കളിൽ നിന്ന് ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണത്? അവരുടെ ആരോഗ്യം ക്ഷയിച്ചു പോകുമ്പോൾ, അവർക്കൊന്ന് നിൽക്കാൻ പോലും കഴിയാത്ത സിറ്റുവേഷന് എത്തുമ്പോൾ ആ മക്കള് ഒരു ഉഴുന്നുവടിയായിട്ട് അവരുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസം ഏതൊരു മാതാപിതാക്കൾക്കും ഉണ്ടാകും. എന്നാൽ ഈ അമ്മയുടെ വിഷയത്തിൽ, അതല്ലെങ്കിൽ ഇതിനോട് സമാനമായ അമ്മമാരുടെ വിഷയത്തിൽ നമുക്കവിടെ പരാജയമാണ് കാണാൻ കഴിയുന്നത്. ആരോഗ്യം ക്ഷയിച്ചാൽ തന്നെ മനുഷ്യനെ പിന്നെ എന്തിനാ പറ്റുക എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. സ്വന്തം മാതാവിനെ ചേർത്ത് പിടിക്കേണ്ട ഒരു സമയം, ആ സമയത്ത് ആരും ഏറ്റെടുക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കാമായിരുന്നു. ചിലപ്പോൾ അവിടുത്തെ ചാർജ്, അവിടെ കൊടുക്കേണ്ട പണം അടക്കേണ്ടി വരുമോ എന്നുള്ളതിൻ്റെ ഒക്കെ ആശങ്കയിലാകും ചിലപ്പോൾ ആ അമ്മയെ ആരെങ്കിലും ഏറ്റെടുത്തോളും എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ കൊണ്ടുപോയി തള്ളിയതെങ്കിൽ ഈ കാണിച്ച ക്രൂരതയ്ക്ക് ഒരു കാലത്തും ആ മക്കളും ബന്ധുക്കളും മാപ്പർഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇസ്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്, അൽ ജന്നത്തു തഹ്ത അഖദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാലിൻ്റെ അടിയിലാണ് സ്വർഗമുള്ളത് എന്ന്. അതായത് കാലിൻ്റെ അടി പിടിച്ചുകൊണ്ട് ചുരണ്ടി നോക്കിയാലോ പൊന്തിച്ചു നോക്കിയാലോ സ്വർഗം കിട്ടുമെന്നല്ല പറയുന്നത്. മറിച്ച് ആ ഒരു ആയത്തിൻ്റെ പൊരുളെന്ന് പറയുന്നത്, മാതാപിതാക്കളെ സന്തോഷിപ്പിച്ചാൽ, അവരെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താൻ കാരണം ഈ ഭൂമി ലോകത്തേക്ക് ഉറ്റാതിരുന്നു കഴിഞ്ഞാൽ ആ മാതാപിതാക്കളുടെ പുഞ്ചിരി കാണുന്ന മക്കളാണെങ്കിൽ അവർക്ക് അല്ലാഹുവിൻ്റെ സ്വർഗമുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു സ്ഥലത്ത് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം, വലാ തഖൂലു ഉഫിൻ, നിങ്ങൾ മാതാപിതാക്കളോട് ചേ എന്ന് പോലും പറയാൻ പാടില്ല എന്ന്. ആലോചിച്ച് നോക്കണം. ഛേ എന്നൊരു വാക്ക്
എന്തെങ്കിലും ഒരു വിഷയം മാതാപിതാക്കൾ പറയുമ്പോൾ അതുപോലും മാതാപിതാക്കളോട് പറയാൻ പാടില്ല എന്ന് ഇസ്ലാം കൃത്യമായിട്ട് പറഞ്ഞു വെക്കുമ്പോൾ ആലോചിക്കണം നിങ്ങൾ, ആ മാതാപിതാക്കളെയാണ് വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയിട്ട് തള്ളുന്നത് മക്കൾ. എങ്ങനെയാണ് ആ മക്കൾക്ക് അള്ളാഹുവിൻ്റെ സ്വർഗം കിട്ടുക? ഇതൊരു മുസ്ലിമാണ് ചെയ്തതെങ്കിൽ കൃത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാണ്, ആ മനുഷ്യൻ അള്ളാഹുവിനോട് നിരന്തരം സ്വർഗത്തിന് വേണ്ടി അപേക്ഷിച്ചാൽ, ദ്വാ ചെയ്താൽ, കഅബയുടെ കില്ല പിടിച്ചിട്ട് കരഞ്ഞിട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ പോലും ആ മനുഷ്യൻ അള്ളാഹു സ്വർഗം കൊടുക്കൂല. കാരണം അവൻ്റെ മാതാവിനെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി തള്ളിയപ്പോൾ അവൻ്റെ സ്വർഗമാണ് അവൻ വൃദ്ധസദനത്തിലേക്ക് വലിച്ചെറിഞ്ഞത്. ആ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്വർഗമാണെങ്കിൽ ആ സ്വർഗം അല്ലാഹു കൊടുക്കൂല എന്നാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതും ഒരു അമ്മയാണ്, അതിനും മക്കളുണ്ടാകും, അവർക്കും ആരോഗ്യമുണ്ടായിരുന്നു. ആ ആരോഗ്യം ക്ഷയിച്ചപ്പോൾ അവരെ ആർക്കും വേണ്ടാത്ത വെറുമൊരു ജീവച്ഛവമായിട്ട് അവർ മാറുമ്പോൾ മക്കളെ എങ്ങനെയാണ് നിങ്ങൾക്കിതിന് കഴിയുന്നതെന്നാണ് ഞാനിങ്ങനെ ആലോചിച്ച് പോകുന്നത്. അവരുടെ മാറിൽ നിന്ന് അവർ ചുരത്തി തന്ന് അവരുടെ ആ ഒരു പോഷകമായ പാല് കുടിച്ചിട്ട് നിങ്ങൾ ഈ ലോകത്തേക്ക് ജനിച്ച് വീഴുമ്പോൾ ഈ ഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് കഴിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഭക്ഷണം അത് മാതാവിൻ്റെ മുലപ്പാലാണെന്നുള്ളതാണ് സത്യം. ആ മുലപ്പാല് ചുരത്തി തന്ന അമ്മയോട് എങ്ങനെയാണ് ഇത്രയും വലിയ കൊടും ക്രൂരത നിങ്ങൾക്ക് ചെയ്യാൻ തോന്നി എന്നതാണ് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നത്. ഈ ഒരു വിഷയം ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു തന്ന ഒരു കഥയുണ്ട്. ഒരു മാതാപിതാക്കൾ അവരുടെ അച്ഛനെയും അമ്മയെയും വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി ആക്കുമ്പോൾ അവരുടെ മകൻ ഈ അമ്മയോടും അച്ഛനോടും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് മുത്തച്ഛനെ നിങ്ങൾ എന്നിൽ നിന്ന് പറിച്ചു കൊണ്ടുപോകുന്നതെന്ന്. അപ്പോൾ ആ അമ്മ മറുപടി പറയുന്നുണ്ട്, അത്രേ മോനെ, അച്ഛൻ ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല. അച്ഛന് വയസ്സായിട്ടുണ്ട്, അപ്പം അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണം, അത് പ്രയാസമാണ് എന്ന് പറയുമ്പോൾ ആ മുത്തച്ഛൻ ഒരു പ്രയാസമായിട്ട് ഇവർക്ക് തോന്നുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മനുഷ്യനെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി ആക്കുകയാണെന്ന് ആ പേരക്കുട്ടിക്ക് മനസ്സിലായപ്പോൾ അവൻ എന്ത് ചെയ്തെന്നറിയുമോ? ഒരു തുണി എടുത്തിട്ട് അതിനെ രണ്ടായിട്ട് ചീന്തി പകുത്തിട്ട് ഒരു കഷ്ണം ആ ഒരു പിതാവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ മുത്തച്ഛന് നിങ്ങൾ കൊടുക്കണമെന്ന്. ആ മനുഷ്യൻ ആകാംക്ഷയോടെ അത് വാങ്ങിക്കുകയാണത്രേ. ആ സമയത്ത് ആ അച്ഛൻ ചോദിക്കുന്നുണ്ട്, മോനെ ഇത് ആർക്കുള്ളതാണെന്ന്. ആ കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കും. കാരണം ഈ മനുഷ്യൻ്റെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളെത്തുമ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് ആ കുട്ടി പറയുമ്പോൾ ആ മനുഷ്യൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് താൻ ഇങ്ങനെ ഒരു അവസ്ഥയെ അഭിമുഖീകരിക്കണമല്ലോ എന്നുള്ള ചിന്ത മനുഷ്യനിലേക്ക് കടന്നു വന്നപ്പോൾ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി ആക്കിയ മാതാപിതാക്കളെ തിരിച്ചു കൊണ്ടുവന്നു എന്ന് ടീച്ചർ പഠിപ്പിച്ച ഒരു കഥ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഓർമ്മ വന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്ന് ആ മാതാവിന് ആരോഗ്യമില്ല എങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകും. നിങ്ങളുടെ സുഖമായ ജീവിതത്തിന് വേണ്ടിയിട്ട് ആ അമ്മയെ നിങ്ങൾ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തള്ളുമ്പോൾ ആ പ്രായത്തിൽ ചിലപ്പോൾ നിങ്ങളും കടന്നു വരും. ആ ഒരു അവസ്ഥയെ നിങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരും. ആ സമയത്ത് നിങ്ങളോട് നിങ്ങളുടെ മക്കൾ ഇതിനേക്കാൾ ക്രൂരമായിട്ട് ചിലപ്പോൾ പെരുമാറും. ആ സമയത്ത് നിങ്ങൾ എത്ര കരഞ്ഞാലും ആ കണ്ണീരിന് അർത്ഥമില്ലാതായി പോകും. കാരണം അതിനേക്കാൾ വലിയ ക്രൂരത വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ ഉദരത്തിൽ ചുമന്ന ഒരു മാതാവ് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ കണ്ണീരിന് യാതൊരു പ്രശസ്തിയും അവിടെ ഉണ്ടാകില്ല എന്ന് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന മക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, മാതാപിതാക്കളാണ്
അവരുടെ കണ്ണുനീര് നിങ്ങൾ കാരണം ഈ ഭൂമിയിൽ വീണിട്ടുണ്ടോ? അനുഭവിക്കാതെ ഒരു മക്കളും ഇവിടെ നിന്ന് കടന്നു പോകൂല. മാതാവിൻ്റെ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് ഇസ്ലാം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന മുസ്ലിമീങ്ങളായ ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങളെ മാതാപിതാക്കളെ ചേർത്ത് നിർത്തിക്കോ. ജീവിതത്തിൽ ഖൈറ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരിക്കലും അതുമൂലം നിങ്ങൾ ഖേദിക്കേണ്ടി വരില്ല.